സത്യം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അധികം അറിയാം, സോഷ്യൽ മീഡിയ ഒരു കൊലയാളാക്കിയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇന്ന് ജീവിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ് അത്. തെറ്റ് ചെയ്യാണ്ട് തന്നെ ഇത്രയും ഇത് ഫേസ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവും. ഒറ്റടിക്ക് കൊന്നെന്നെല്ലാം പറയുകയാണെങ്കിൽ ഞാൻ അത്രയും സ്നേഹിച്ചാന്ന് അവർക്ക് അറിയാം. എന്ത് വന്നെങ്കിലും കൂടെ നിൽക്കുന്നു അവർക്കറിയാം. ഇത്രയും കാലം ഞാൻ അവരുടെ കുടുംബത്തിൽ ജീവിക്കാൻ എനിക്ക് പോരയില്ലാണ്ട് ഒന്നുമല്ല. എന്താ പറയുക, എൻ്റെ ഉപ്പാനുമാനേക്കാളും സ്നേഹിച്ചു ഞാൻ അവരെ. അതിന് തന്ന അവരെ വായിന്ന് കേൾക്കുമ്പോഴാണ് പെയിൻ വരുന്നത്. ബ്രോ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രോയ്ക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ഫാമിലി പോയില്ലേ. അതിനുശേഷം മോനുണ്ടായിട്ടും അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നവർ ഞാൻ കൊലയാളി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അത്ര വേറെ എന്ത് നമുക്ക് നഷ്ടപ്പെടാൻ. മനഃപൂർവ്വം ഇതിലൊരു പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം അവിടെ നില നടന്നിട്ടുണ്ടോ? മനഃപൂർവ്വം അങ്ങനെ ആക്കി കളിച്ചതാണ് ഇവര്. ഇത്ര ആൾക്കാർ വട്ടം നിന്നിട്ട് ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും ആ ഒരു തെളിവ് കാണിക്കാൻ പാടില്ലേ? നീ ഈ കാര്യം വേറെ പറയണ്ട, നിന്നെ പിടിച്ച് ഉള്ളിലിടുന്ന് പറഞ്ഞ എന്നോട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികളാണ്, നമ്മുടെ മെഹനും സഫീനും വന്നേക്കുന്നത്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം. മറ്റേ ഇപ്പൊ എന്തോ പുതിയ ആൽബം സോങ്സ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുന്നുണ്ടല്ലേ? അതിന്റെ പണിപ്പുരയിലാണ്. രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചാണോ വർക്ക് ചെയ്യുന്നത്? ആക്ടിങ് ഞാൻ കണ്ടായിരുന്നു രണ്ടുപേരുടെയും, നമ്മുടെ കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിൽ നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതാ അഭിനയിച്ചേക്കുന്നത് പുതിയത്? നമ്മളിപ്പോ ഇനി തൻസീർ കൂത്തുപറമ്പിന്റെ വർക്ക് തന്നെ വരാനുണ്ട്. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. എന്തായാലും പെട്ടെന്ന് വരുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് രണ്ടാമത് വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ ഒക്കെ. നമ്മുടെ വാവ ഇപ്പൊ എത്ര മാസമായി? എന്താ വാവയുടെ പേരിട്ടേക്കുന്നത്? ഇവാൻ മെഹനു. മറ്റേ വാവ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, വാവനെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. ശരിക്കും ഇപ്പൊ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1 year കഴിഞ്ഞു. 1 year കഴിഞ്ഞു അല്ലേ? ഈ കല്യാണം ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടന്ന കല്യാണമല്ലേ? അത് എങ്ങനെയാണ് നിങ്ങൾ ആ കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു? ആലുവയിൽ വെച്ചായിരുന്നു. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ ടീമുകളാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കുഴപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവരാ. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അവിടെ പോകും. കഥ പറയൂ. എങ്ങനെ ആലുവയിൽ വെച്ച് എങ്ങനെയാ നിങ്ങൾ കണ്ടത്? ഞാന് ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് വന്ന്, അപ്പൊ ഇവള് ആലുവയില് വർക്ക് ചെയ്യായിരുന്നു ഷോപ്പില്. പഠിക്കാൻ രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ എന്താ പറയാ, നമ്മളൊരു ഫ്രണ്ട്സായി ഫസ്റ്റ് ഇങ്ങനെ. പിന്നെ എന്താ പറയാ, പിന്നെ നല്ല റിലേഷനിലേക്കായി. കുറച്ച് ടൈം എടുത്തല്ലേ, ഫസ്റ്റ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. റിലേഷൻ ആവാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്താണ് ഇത്രയും ആ ഒരു പോയിന്റ് എന്ന് പറയാവുന്ന കാര്യം എന്താണ്? നിന്നോട് ചോദ്യം. എന്റെ കോളൊക്കെ ചെയ്യുമ്പോ ഭയങ്കര കെയറിങ്. ഞാൻ ആ ഒരു ടൈമില് അതാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം ഞാൻ മുന്നേ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കെയർ കിട്ടിയത് മേനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. വീട്ടുകാർ കെയർ ആയിരുന്നില്ല എന്നല്ല, നമുക്ക് അതാ. അപ്പൊ അങ്ങനെ കിട്ടി തുടങ്ങിയപ്പോ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി, നല്ലൊരു ഇതില് പോയി. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് എത്ര നാള് കഴിഞ്ഞിട്ടായിരുന്നു? ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് 2 വർഷമൊക്കെ ആയി. 2 വർഷമൊക്കെ 18 വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞു. എന്താണ് സിഫയിൽ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം? എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എന്താ പറയാ, രണ്ടാളും ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ നമ്മൾ നല്ല സംസാരിച്ച് രണ്ടാൾ അണ്ടർസ്റ്റാൻഡ് ആവുന്നൊരു ടൈപ്പിൽ പോയി. പിന്നെ അത്യാവശ്യം എന്നെ ഭയങ്കരത്തില് സമാധാനിപ്പിക്കലും പിടിക്കലും. എന്താ പറയാ, ഞാൻ നല്ല ആ സമയത്തൊക്കെ ഭയങ്കര ഡള്ളായി നിൽക്കുന്ന സമയമായിരുന്നു. എന്താ പറയാ, ഫുള്ള് കൈവിട്ടൊരു സമയമായിരുന്നു. അന്നേരം ആരും ഫ്രണ്ട്സ് ആരും ഇങ്ങനെ കോണ്ടാക്ട്, ഞാൻ ആരോടും അധികം കോണ്ടാക്റ്റോ ഫ്രണ്ട്ഷിപ്പൊന്നും അങ്ങനെ ഇല്ല കൂടുതൽ. അപ്പോൾ എന്താ പറയുക, ആകെ ഇവളോട് തന്നെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് പറയും, സംസാരിക്കും. അതേപോലെ ഇവളും
അങ്ങനെ സംസാരിച്ചു. ഈ അടിയുണ്ടാവാറുണ്ട് അങ്ങോട്ട് കിട്ടും നിങ്ങൾ തമ്മിൽ? അതിപ്പോ ഫാമിലി ആവുമ്പോ തല്ലെടുത്തോണ്ട് തല്ലോട്ടോ ഇല്ല ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് അതിപ്പോ ചോദിക്കാൻ വേണ്ട ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. നിങ്ങൾ തല്ലി പിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതൊക്കെ വാർത്തകൾ. പക്ക ഫേക്കാണ്. എന്താ സംഭവം? നിങ്ങളെ മാത്രം എന്താ ഇങ്ങനെ ഈ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ അത് എന്തുകൊണ്ട് വെച്ചെങ്കിൽ വലിയ കാരണമുണ്ട്. അത് ഓരോരാള് നമ്മളെ മനഃപൂർവ്വം, കാരണം എന്നെ സത്യം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അധികം അറിയാം, സോഷ്യൽ മീഡിയ ഒരു കൊലയാളാക്കിയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇന്ന് ജീവിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. അത് ഒരു മീഡിയക്കാർ, മഞ്ഞപ്പത്രക്കാർ കുറേ ഫേക്ക് ന്യൂസ് ഇറക്കിയാണ്. പക്ഷെ ആരെങ്കിലും ഞാൻ ഒരു നിയമം പറഞ്ഞാൽ കൊന്നിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യത്തിൽ നിയമം പറയുന്നത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഫാസ്റ്റിലുള്ള കാര്യം എന്താ പറയുക എന്നെ ഇപ്പം എൻ്റെ വൈഫായിരുന്നു മുന്നേ. ആ ഒരു മാറ്റർ വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാര്യം പറഞ്ഞാൽ ഒരു അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതൊരു വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ ആരും എന്തും പറഞ്ഞോട്ടെ, പിന്നെ കഴിഞ്ഞ് ഇതായിപ്പോയല്ലേ. എന്താ പറയുക, അതിപ്പം എങ്ങനെയാ പറഞ്ഞുതരാം. അല്ല മനസ്സിലായി. പഴയത് മാറ്റി വെക്കാം നമുക്ക്. പഴയത് കുറെ ആൾക്കാർ നിങ്ങൾ വളഞ്ഞിട്ട് അതില് എന്താ പറയാ, ഞാൻ ഇപ്പോഴും എനിക്ക് ഒരുപാട്, കാരണം നമ്മളിപ്പം സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതല്ലേ. ഫ്ലാറ്റ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു വാടക വീട് അന്വേഷിക്കുമ്പോഴാണെങ്കിലും നമ്മളെ ഈ ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ആരും ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മളെ തള്ളുന്നുണ്ട്. നമുക്ക് വീട് തരുന്നില്ല, വീട് വാടകക്ക് വീട് അന്വേഷിച്ച് പോയാൽ വീട് തരൂല, അങ്ങനെ ഇങ്ങനെ കുറെ ഇതൊക്കെ. ഈ നിങ്ങൾ തമ്മിൽ കണക്ട് ആവുമ്പോൾ ഈ കാര്യത്തെ കുറിച്ച് അങ്ങോട്ടോട് സംസാരിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അതുവരെ എന്താ പറയാ, മേനു ഒറ്റയ്ക്കാണ് ഇതെല്ലാം നേരിട്ടുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ ഇപ്പം കൂടി ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ വഴിയുള്ള സോഷ്യൽ മീഡിയ മെയിൻ തിങ് അതല്ല. മേനു മൈൻഡ് ചെയ്യാറില്ല, അതൊന്നും ചെയ്യാറില്ല. മേനു കമന്റ്സ് മൈൻഡ് ചെയ്യാറില്ല. ഞാനാണ് എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ട് പിൻ ചെയ്തൊക്കെ. എന്റെ അക്കൗണ്ട് എല്ലാം മാനേജ് ചെയ്യുന്നോളാം, ഞാൻ തന്നെ മൊത്തം ഓളാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ പഴയ ഒരു പവർ ഇല്ല ഇപ്പൊ. ബ്രോ ഇതില് പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇപ്പോഴും കുറെ പേരുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ പലരും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആ തെറ്റ് ചെയ്തത് മേനു എന്നുള്ള രീതിയിലാണ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇതിപ്പോ എന്താ പറയാ, എല്ലാവരോടും അവിടെ പോയിട്ട് നമുക്കൊരു സത്യം തുറന്നു പറയാനൊന്നും പറ്റില്ല. ഇത് പറയേണ്ട സ്ഥലത്ത് ഇത് ബോധിപ്പിച്ചിട്ടില്ലേ? ഇപ്പൊ നിയമപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ട് അത് വലിയ എനിക്ക് ഫുള്ളായിട്ട് കൈവിട്ട് ഞാൻ പോട്ടെ. അവര് അതായത് ഈ അന്വേഷിക്കുന്ന DYSP ആണെങ്കിൽ ഞാൻ DYSPന്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും അവര് വേറെ ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ കാര്യം പറയണ്ട, നിന്നെ പിടിച്ച് ഉള്ളിലിടുന്നു പറഞ്ഞു എന്നോട്. അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഈ കാര്യം അത് ലീഗലി അത് പ്രശ്നമില്ല എന്നാണ്, നിയമപ്രകാരം പ്രശ്നമല്ല. പക്ഷെ ഏതൊരു ഹസ്ബൻഡിനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും മനുഷ്യന് മനസ്സിൽ ഒരു ഇതുണ്ടാവില്ലേ, ഒരു എന്താ പറയാ, എല്ലാവരും പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഷോക്കായി പോകും. ചില സമയം ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ പ്രതികരിച്ചെന്ന് വരും, ചോദിക്കേണ്ടി വരും. അപ്പൊ അത് എന്താ പറയാ, ഇപ്പൊ നിയമം നോക്കിയിട്ടാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ആർക്കുവാണെങ്കിലും എന്തുവാണെങ്കിലും ചെയ്യാ, അല്ലെങ്കിൽ ഇപ്പം സെക്ഷലി ആണെങ്കിലും അല്ലെങ്കിൽ എന്തുവാണെങ്കിലും ഏർപ്പെടാന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ. അതിനനുസരിച്ച് ഇപ്പം ഒരു പോലീസുകാരനോട് ഞാൻ ഇതേപോലെ പറഞ്ഞ ഒരാൾക്ക് നല്ല മനസ്സിലായിനി, എല്ലാവരും അടുത്ത സ്റ്റേഷനിൽ എല്ലാവരും മനസ്സിലായിന് എന്ത് എന്നെ ഇങ്ങനെ ഇതാക്കിയതാണ്. എന്നെ എല്ലാവരും സമാധാനിപ്പിക്കായിരുന്നു. സ്റ്റേഷനിൽ ഫുള്ള് നല്ല കെയറിങ് ആയിരുന്നു എന്നെ. കാക്കൂർ സ്റ്റേഷനിൽ നല്ല എന്നോട് അടുത്ത പോലീസുമാരൊക്കെ നല്ല രീതിയിലാണ് എന്നോട് സമാധാനിപ്പിച്ചും പിടിച്ചൊക്കെ. അടുത്ത CI ആണെങ്കിലും നല്ല മനുഷ്യനാണ് അത്. പക്ഷെ മൂപ്പര മുകളില് ആൾക്കാരുണ്ടല്ലോ, CIന്റെ മുകളിൽ. അപ്പൊ CIക്ക് വരെ ഒന്നും, ഞാൻ ഒരിക്കൽ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ആയിരുന്നു, കോഴിക്കോട് കുറേ കാലം കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നാത് ഈ പോസ്കോ കേസ് ഉണ്ടല്ലോ, അതുണ്ടായത് കൊണ്ട് സാക്ഷികളെ ഒന്നിച്ച് കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇവർ കോടതിയിൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചു കൊടുത്തില്ലാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ തന്നെ പിന്നെ കേട്ടിട്ട് ആകെ ഷോക്കായി പോയി. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പം CA എന്ത് ഒരു ദിവസം പറഞ്ഞ കുട്ടീനെ കാണാനല്ലേ, ജസ്റ്റ് കാണാനുള്ളൊരു ചാൻസ് ഞാൻ ആക്കിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു ആശ്വാസത്തോടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫാദറിന്, അതായത് CA വിളിച്ചു പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോവാ, ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, ഒരു 10 മിനിറ്റ് അവരോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ അവര് ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ അതിന്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു, അത് നീ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എന്തോ പറഞ്ഞു, അവമാണെങ്കിൽ കോടതി പോട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് കാണാൻ തീരെ ഒരു ഇത് തന്നിട്ടില്ല.
എന്നിട്ട് പറയും ഞാൻ പോയിട്ടില്ല, ഞാൻ ഇപ്പൊ ഇവളെന്നെ ഇവക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മേനെന്താ പോയ. ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞെങ്കിൽ ഞാനൊരു ചെയ്യാത്ത കാര്യം, ഞാൻ അറിയാത്ത കാര്യം, ഞാൻ വരെ മനസ്സിൽ ഒരു കാര്യം അറിയാതെ തന്നെ ഇങ്ങനെ അനുഭവിക്കുന്നു. പക്ഷെ അതിന്റെ പുറമെ എൻ്റെ ഫാമിലിയും ഒരുപാട് അനുഭവിച്ചു ഇതിന്റെ പേരിൽ. ഇപ്പം തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി എൻ്റെ കല്യാണത്തിന് ഒന്നിനും ഉണ്ടായിട്ട. പക്ഷെ എന്നിട്ടും അവരിപ്പോൾ ഈ കേസിന്റെ പേരിൽ നടക്കേണ്ടി വന്നു. അപ്പൊ അവരെ വേദന ഇതെല്ലാം കണ്ടിട്ട് ഞാൻ കുറേ കടങ്ങി. എന്താ പറയുക, എൻ്റെ കുഞ്ഞിനെ കാണാനുള്ള പെയിൻ ഉണ്ടല്ലോ, ആ പെയിനെ ഒറ്റക്ക് കൊണ്ടുനടന്നു. അപ്പോൾ ഇവളും പറയും നമുക്ക് പോയി ഇതാക്കാം, ആരും പൊരിക്കണ്ട അങ്ങനെ. ഞാൻ പറഞ്ഞു നീ പറയുന്ന പോലെ അല്ല. അതേ ധൈര്യം എനിക്ക് ഉണ്ടായിട്ടാണ് ഞാൻ കുറേ കാലം എൻ്റെ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് ഞാൻ കുട്ടീനെ കാണാൻ പോയത്. പക്ഷെ അന്നൊക്കെ പ്രശ്നമായിട്ടുള്ളൂ, പല രീതിയിൽ തന്നെ കേസ് സമ്മതിക്കില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു പറയും നീ എന്തിനാ അങ്ങോട്ട് പോയിന്. ഒരിക്കൽ ഞാൻ എന്താ പറയുക കബറിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാത്രി പോകാറുണ്ട്, ആര് കാണാണ്ട് രാത്രി പോകാറുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഇങ്ങനെ അത്രയും കബറിൻ്റെ അടുത്ത് കടന്ന് പെട്ടെന്ന് ബാങ്ക് കൊടുക്കും എണീച്ചു പോയി. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ആകെ ഒരു യാസീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ എന്താ ഒരു മണി ആ സമയമാകുമ്പോൾ പോവും. അവിടെ പോയിട്ട് എന്താ യാസീനോ ഓതി ഫുള്ള് കരച്ചിലും പിടിച്ചിലായിട്ട് ഇങ്ങനെ നിന്ന്. അത് കഴിഞ്ഞിട്ട് മനസ്സിലാവും. ഈ ഒരു കബറിന്റെ അടുത്ത് വരെ കിടന്നുറങ്ങാന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കണക്ഷൻ എന്താന്ന് മനസ്സിലാവും. ഞാൻ പറയട്ടെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പം ഈ പറയുന്ന തെറ്റ് ചെയ്യാണ്ട് തന്നെ ഇത്രയും ഇത് ഫേസ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവും, കാണുന്നവർക്ക് മനസ്സിലാവും. തെറ്റ് ചെയ്യാതെയാണ് നമ്മളിതൊക്കെ അനുഭവിക്കണമെങ്കിൽ. എന്തുകൊണ്ടാണ് ഇപ്പോഴും സമൂഹം അത് അംഗീകരിക്കാത്തതെന്ന് പിടുത്തവും കിട്ടണില്ല. സമൂഹത്തിന് കൂട്ടുപോ പിന്നെ എപ്പോഴാണ് കണ്ടേ കുട്ടീനെ ലാസ്റ്റ് കണ്ടേ? ഇതുവരെ കണ്ടിട്ടില്ല. കാണിക്കാൻ സമ്മതിച്ചിട്ടില്ല. പോയി ചോദിച്ചു ആളുടെ ഉമ്മ അടുത്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് നിങ്ങ കൊച്ചിന്റെ പേരും പറഞ്ഞ് വരാൻ വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്വന്തം കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്. അതൊരിക്കലും ഒരു അച്ഛനും ഒരു മകനും തമ്മിലുള്ള കുട്ടിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ എന്താ പറയുക, സിഫയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ബന്ധം എന്താണെന്ന്. ആ ഒരു കുട്ടീനെ നിങ്ങളുടെ കൂടെ താമസിപ്പിച്ച് വളർത്തുന്ന ആഗ്രഹം സിഫയ്ക്കും ഇല്ല? എനിക്കുണ്ട്. മാരേജ് കഴിക്കണമെങ്കിൽ കുട്ടീനെ കൊണ്ടാണ്, കുട്ടീനെ കൊണ്ടുവന്ന ബിറ്റേഴ്സ് മാരേജ് കഴിക്കാന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കണമെങ്കിൽ കൊച്ചിനെ കൊണ്ടുവന്നാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നാ പറഞ്ഞത് ഫസ്റ്റ്. പിന്നെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ അറിഞ്ഞത്, കൊച്ചിന് ഇപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് മനസ്സിലായി. അതിനു വേണ്ടിട്ട് ഞാൻ കൊച്ചിനെ കാണാൻ വന്നോട്ടേന്ന് പറഞ്ഞു. ഇപ്പൊ കുഞ്ഞുണ്ടായപ്പോ ഞാൻ കുഞ്ഞുണ്ടായപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോട്ടെ കാണാൻ, അസാനുവിന്റെ അനിയനല്ലേ പൊക്കോട്ടെ ഞാൻ കാണാനെന്ന് ചോദിച്ചത് മേനോടത്ത്. പക്ഷെ നമുക്ക് കാണാൻ ഇതില് പലരും പല കമന്റുകളിൽ കൂടി കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ ആ കുട്ടി മരിച്ച ആ സമയത്ത് എന്താ പറയാ, താങ്കൾ ഒരു ലൈവ് ഇട്ടു എന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. ഗൾഫിൽ ഉള്ള സമയത്ത് അവിടെ നമ്മളെ ഫോണിൽ ഒന്നത് ബാലൻസ് ഇല്ല, നെറ്റ് എന്ന് പറയുന്നത് വെറും ഫ്ലാറ്റിന്റെ നെറ്റ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് കോള് വിളിക്കാൻ ഞാൻ വേറെ ആളെ ഫോണിനെല്ലാം വിളിച്ച് ആരെ വിളിക്കല്, ഈ സംഭവം നടന്ന് ആരും എന്ത് പറയും, എല്ലാവരും അവിടെ നിന്ന് ചിരിക്കായിരുന്നു. അതെന്താ അറിയില്ല. ഞാനിങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് കഴിഞ്ഞ അപ്പൊ തന്നെ അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇത് എത്ര മണിക്ക് സംഭവം നടക്കുന്നത്? രാത്രി ഒന്നും ഇനിയിപ്പോ ഓർത്തെടുക്കാൻ. സംഭവം അപ്പൊ ആടെ അങ്ങനെ എന്താ പറയാ, ആ സമയത്ത് എന്താ ചെയ്യേണ്ട ഒന്നും അറിയുന്നില്ല. അവരറിയുന്ന ആംബുലൻസിൽ ഒരാൾ വന്നിട്ട് വെച്ച് എന്ത് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു വാങ്ങളുണ്ട്, അടുത്ത് തന്നെ ഉണ്ട്, വിളിച്ചിട്ടുണ്ട്, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വേറെ ആരും ഓനെത്താൻ ടൈം എടുക്കും പറഞ്ഞു. വേറെ ആരും വിളിച്ചു നോക്കും, ഞാൻ എന്താക്കല്, ആകെ ഒരു ഇതുമില്ല. അപ്പം എന്തൊക്കെ ആടുന്ന് ഒരാൾ പറഞ്ഞു പിന്നെ ഇന്ന് എൻ്റെ ഫോണത്ത് വിളിച്ചു പറഞ്ഞു. ആര് വിളിക്കേണ്ടത്, നമ്പറൊന്നും ഇല്ല, നാട്ടിൽ വിളിക്കാൻ കഴിയില്ല. അക്കൊന്ന് ആകെ നമ്മളെ അവസ്ഥ മരവിച്ച അവസ്ഥയാണ്. ഞാൻ അക്കൊന്ന് വിശ്വസിക്കാം, ഒന്ന് എൻ്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലായില്ല. ആടുന്ന് ആരെങ്കിലും ഒരു എന്താ പറയുക രക്ഷപ്പെടുത്താനുള്ള ചിന്തയാണ് എനിക്ക് അപ്പോഴെ ഒരു ഇത് കിട്ടിയിട്ട. അന്നേരം എൻ്റെ കിളി പോയ മാതിരിയാണ്, ഫുള്ള് മൈൻഡ് തെറ്റി. അങ്ങനെ എന്തോ രീതിയിൽ ആരെങ്കിലും ഒന്ന്, നമ്മൾ 24 മണിക്കൂറും ഈ സോഷ്യൽ മീഡിയൻ്റെ തന്നെ പ്രാന്തം. ഞാൻ 12 വയസ്സ് മുതൽ തുടങ്ങിയാണ് ഈ സോഷ്യൽ മീഡിയ.
എന്താ പറയാ, അതിന് മുപ്പട്ടേ ഫോട്ടോ വരെയുണ്ട്. പക്ഷെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഞാൻ ആ ഒരു സമയത്താണ്, 12 വയസ്സ്. അന്ന് മുതൽ ഞാൻ ആടെ പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക പൂമ്പാറ്റേൻ്റെയും തവളേൻ്റെയും ഫോട്ടോ എടുത്ത് അത് ഒരു ശീലമായിപ്പോയി. അപ്പോൾ എല്ലാം നമ്മളെ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കോണ്ടാക്ട് ഉണ്ട്. ആ ഒരു ബേസിൽ എനിക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ഇട്ടു എന്ന് എനിക്ക് അറിഞ്ഞു. ആ ഒരു സ്റ്റോറി ഇട്ടയിലാണ് എനിക്ക് അവിടെ അന്ന് ആളെത്തിയത്. ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പാട് തഞ്ചി വിളിച്ച് ആളെ സെറ്റാക്കി. അപ്പാട് ആൾക്കാർ വന്ന് അപ്പാട് ആ വീഡിയോ കളഞ്ഞും ചെയ്ത് ആളെത്തന്നെ ഉദ്ദേശമാണ് ഞാൻ ആ സമയത്ത്. പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ വിചാരിക്കുന്നത് വെറുതെ ഒരു അപ്പൊ തന്നെ ഫോണിൽ വലിച്ചെറിഞ്ഞു ഞാൻ. പിന്നെ എന്താ പറയാ, ഞാൻ മരവിച്ച അവസ്ഥ. എന്നെ ഓളെ ബ്രദറാന്ന് എന്നെ എടുത്ത് കൊണ്ടുപോയത്. എനിക്ക് കുറെ പിന്നീട് അവരെന്ത് മാറിയെന്നുള്ള അവരെ വായി നമുക്ക് കേൾക്കുമ്പോൾ ഏറ്റവും പെയിൻ ഉള്ളു. മറ്റുള്ളവർ പറയുന്നത് ആ ഒരു മാറ്റമാണ്. കാരണം അത്രയും കൂടെ നിന്നവര് വരെ കുറെ ദിവസം അവര് ഒരു പ്രശ്നം അവര് എൻ്റെ കൂടെ തന്നെ. ഞാൻ ആടെന്ന് പറഞ്ഞത് എൻ്റെ ഫാമിലിയോട്. എൻ്റെ ഫാമിലി എത്തിയിട്ട് 3 കഴിഞ്ഞ് പിന്നെ എന്നെ കൂട്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവരെ കൂടെ തന്നെ നിൽക്കുന്നു, ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് ആടെല്ല ഇവരെ നമ്മളെ കല്യാണത്തിന് കുറച്ച് എതിർപ്പുണ്ടായ ടീമൊക്കെ ഉണ്ട്. അന്ന് അവരെല്ലാം ഒന്നായിട്ട് എന്തല്ലോ കളി നടന്ന ആടെ. ഞാൻ ഫുള്ള് ഒന്നും മനസ്സിലായി, നമുക്കൊന്നും ഇതാക്കേണ്ട ചെയ്യുന്നു. എൻ്റെ മൈൻഡ് മൊത്തം പോയി. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ അവസ്ഥ. ഇപ്പോൾ അറിയാത്തവരോട് ഒന്നുകൂടി പറയാണ്, ഇവിടെ എല്ലാവരും ഒരു പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു നിൽക്കുന്നത് ലൈവ് എടുത്തു, വീഡിയോ ഇട്ടു, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ വ്യക്തമായൊരു കാരണമാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്. കാരണം കൈവിട്ട് പോയി നിൽക്കുന്ന ചിലപ്പോൾ ആ ഒരു മൊമെന്റ് ചിലപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ പലർക്കും ആ സിറ്റുവേഷനിൽ നമ്മളൊന്നും അവിടെ ഇല്ലാത്തപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അറിയാത്ത നാടാണ് നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഒന്നും അറബിയും ഒന്നും സംസാരിക്കാൻ ആകുന്നില്ല. ഹിന്ദിയും ഇംഗ്ലീഷും അവരോട് എന്താ ഫുള്ള് എന്തല്ലോ നമുക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തെല്ലോ ആയി. അപ്പൊ എന്താ ചെയ്യേണ്ട ഒരു പിടുത്തൂല. ആര് വിളിക്കണം, എൻ്റെ പിന്നെ എന്താ പറയാ കൂടെയുള്ള ആളെന്ന് പറയാന് എല്ലാം ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നു. അവിടെ മലയാളികൾ തന്നെ എല്ലാം ഇങ്ങനെ കൈ കെട്ടി ചില അങ്ങോട്ട് നോക്കി ചിരിക്കുന്നെന്ന്. ഞാൻ ആരോട് അപ്പൊ അങ്ങനെ ചിരിക്കുന്ന ആളോട് ഞാൻ എന്ത് പറയേണ്ട പോയിട്ട്. ഈ സമയത്തും ആടെ കുറെ ആളിങ്ങനെ ചുറ്റീന് ആൾക്കാർ ഒച്ചയായിട്ട് എല്ലാരും. ഞാൻ ഒച്ചത്ത് കരയുന്നുണ്ട്, ഒച്ചത്ത് ബഹളം വെക്കുന്നുണ്ട്. ആ ബഹളം കേട്ടിട്ടാണോ ചിരിക്കണമെന്ന് നമുക്കറിയില്ല. അവർ വിചാരം വേറെ എന്തൊന്നും ഒരു പിടുത്തൂല്ല. പക്ഷെ ആടെ ആ ഫ്ലാറ്റിൽ ആരോ പറയുന്ന കേട്ടത് ഉള്ളാണോ അല്ലെന്ന് അറിയില്ല. മുന്നേ ഇതേപോലെ ഒരു ആത്മഹത്യ സീൻ ഉണ്ടായിട്ട് കുറെ കാലം പൂട്ടിയിട്ട ഫ്ലാറ്റാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് ചിരിച്ചാണോ ഒന്നും അറിയില്ല. പിന്നെ എനിക്ക് ഇതെന്ത് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം നടന്നു. ഇതെന്ത് കാരണമില്ലാണ്ട് ഒരിക്കലും നടക്കൂലല്ലോ. എന്തെങ്കിലും ഒരു മൈൻഡ് ഡള്ളാക്കുന്ന എന്തോ കാര്യമാണ്. പിന്നെ ഞാൻ അവിടെ തന്നെ ഊഹിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു വ്യക്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ അങ്ങനെ പറ്റും, അല്ലാണ്ട് ഞാൻ ഉറപ്പിച്ച ആരും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മളെ നാട്ടില് ദുബൈ പോകാൻ തന്നെ കാരണം മുന്നേ ഇവക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ദുബൈ പോകാൻ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പിന്നെ ഒന്നാമത് വലിയ ഞാൻ 18-ാം വയസ്സ് മുതൽ ഗൾഫിൽ തന്നെയായിരുന്നു. ഒരു 3 വർഷം അങ്ങനത്തെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ തന്നെ സെറ്റിൽ ആയി. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ദുബൈ ബാക്കിയുള്ളവർ വിചാരിക്കും ദുബൈ വലിയെന്തോ അങ്ങനെയാണ് ബുർജ് ഖലീഫ മാത്രം. പക്ഷെ ദുബൈ ലൈഫ് ജീവിതം അങ്ങനെയല്ല. ഒരു നമ്മൾ സാധാരണ പണിക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ ഒരു 4 മൂലയിലെ റൂമും അതേപോലെ കട മാത്രം അധികം ആശ്രയിക്കുന്നത്. ബാക്കിയുള്ളവരുടെ വിചാരം അവിടെ ഭയങ്കര എന്തോ ഒരു സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിന്നെന്തായാലും ഞാൻ ഒരു മാസം 3 മാസത്തേക്ക് ഞാൻ കൊണ്ടുപോകും. ഒരു പ്രശ്നം നടന്നിന്, ഒരു ചെറിയൊരു അഫയർ സീൻ. അങ്ങനെ അതില് എന്താ പറയാ ഇപ്പൊ പറഞ്ഞാല് മോശമല്ലാണ്ട് ഞാൻ ആ ഒരു പ്രശ്നം കാരണമാണ് ഇവള് ആത്മഹത്യ. എൻ്റെ ഒരു ഉറപ്പ് ബ്ലാക്ക് മെയിൽ അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് ബ്രദർ ഏതൊരു ഇന്റർവ്യൂല് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തുകൊണ്ടാ ഞാൻ അവിടെ പറഞ്ഞു ദുബൈയില്. ഞാൻ അവര് പോലീസുകാർ ചോദിച്ചു എന്നോട് എന്താ പറയാ വേറൊരു മലയാളി ഉണ്ടായിരുന്നു. അവരുടെ വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവള് ബ്രദർ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ കേസ് നിൽക്കണ്ട, ബോഡി കൊണ്ടുപോകാൻ പറ്റൂല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബോഡി കൊണ്ടാണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. അവരുടെ കുട്ടിയുടെ ബ്രദർ എന്നോട് പറഞ്ഞ് ഇതാക്കണ്ട. അപ്പം ഞാൻ എന്താക്കല് എനിക്കൊന്നും മിണ്ടാണ് ബോഡി കൊണ്ടുപോകാൻ പറ്റൂല അങ്ങനെ ഇങ്ങനത്തെ എന്നോട് റോങ് മാതിരി സംസാരിച്ചു. ഞാനല്ലെങ്കിൽ എന്തോ മരക്കഷ്ണം പോലെ ഞാൻ ഉള്ളത്. അപ്പം ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല, പിന്നെ ഇവിടെ തന്നെ ബോഡി ആയിപ്പോവും അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ എനിക്കത് ബോഡി എത്രയും കാലം അവിടെ നിൽക്കും ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു.
പിന്നെ എനിക്ക് ഓനെ തന്നെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഒക്കെ ഓനാണ്. ഈ ബ്രദറാണ്. ആ പിന്നെ ഫുള്ള് മാറി. അത് മാറി കുറച്ച് കഴിഞ്ഞിട്ടാണ് ആരോ ബ്രെയിൻ വാഷ് ചെയ്തോ അല്ലെങ്കിൽ എന്ത് നാട്ടത്തിനാണോന്നും അറിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഒറ്റയടിക്ക് കൊന്നെന്നെല്ലാം പറയണെങ്കിൽ ഞാൻ അത്രയും സ്നേഹിച്ചെന്ന് അവർക്ക് അറിയാം. ഞാൻ എന്ത് വന്നെങ്കിലും കൂടെ നിൽക്കുന്നു അവർക്കറിയാം. ഇത്രയും കാലം ഞാൻ അവരുടെ കുടുംബത്തിൽ ജീവിക്കാൻ എനിക്ക് പോരയില്ലാണ്ട് ഒന്നുമല്ല. ഞാൻ അവരെ ആ സെന്റിമെന്റ്സും അവരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അത്രക്ക് എനിക്ക് ഇഷ്ടമായി അവരെ. എന്താ പറയാ, എൻ്റെ ഉപ്പാനമ്മേനേക്കാളും സ്നേഹിച്ചു ഞാൻ അവരെ. അതിന് അവരെ വായിന്ന് കേൾക്കുമ്പോഴാണ് പെയിൻ വരുന്നത്. അല്ല ശരിക്കും ബ്രദർ, ഇപ്പൊ ഇവരിങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അവിശ്വസിക്കില്ല. അല്ല അവരെൻ്റെ അടുത്ത് ഫസ്റ്റ് അതിൽ നിൽക്കുമ്പോൾ എന്താ പറയാ, അന്നെ ഒരിക്കലും അവർ അങ്ങനെ വിചാരിച്ചിട്ടില്ല, വിചാരിക്കുകയും ചെയ്യില്ല. എന്നോട് പറഞ്ഞ് പിന്നെ ഇതാക്ക് ടെൻഷനാക്കലോ ഒക്കെ എന്തോ മാനസിക ഇത് വന്നിട്ടുണ്ടാവും, നീ ടെൻഷൻ കരയല്ല അതാക്കല്ലാണ്ട് എന്നെ സമാധാനിപ്പിച്ചോളൂ പോകുമോ. പിന്നെ ഇവര് എന്താ പറയാ, ബാക്കിയുള്ളവരില്ലേ, ബാക്കിയുള്ളവർക്ക് കുറച്ച് ഈ കഥ നമ്മളെ നാട്ടിൽ നിന്ന് അന്ന് വ്ളോഗ് ചെയ്തുകൊണ്ട് നമ്മള് ഫുള്ള് യാത്ര ചെയ്ത് നമ്മളൊരു റിസോർട്ടിന്റെ പരസ്യങ്ങൾ ചെയ്യാനൊരു നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5 or 10 റിസോർട്ടുകൾ ഒന്നിച്ച് പരസ്യം ചെയ്യാൻ എടുക്കല്. അതാകുമ്പോ ഒറ്റ ട്രാവലിംഗ് നടക്കൂല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവളെ ഫ്രണ്ട്, എല്ലാം ഇവളെ ഫ്രണ്ടാണ്. എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല. ആ ഫ്രണ്ട്സിനൊക്കെ എന്റെ ഫ്രണ്ട് ആക്കിയിട്ട് മാറ്റീന് ആൾക്കാർ. എന്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടെ ഫ്രണ്ട് തന്നെ വരുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇഷ്ടപ്പെടും. നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ അത് ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയുന്നത് മോശമല്ലോ. ഓളെ ഫ്രണ്ട്സ്, ഇപ്പൊ ഇവളെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട്ടിൽ വന്ന് അപ്പം ആ വന്ന ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവരെ മുഖത്ത് നോക്കി പറയില്ലല്ലോ. ഇവളുടെ അടുത്ത് നമ്മൾ ചോദിക്കും എന്തോ ഒരു അങ്ങനത്തെ ആള് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് പറയുമ്പോ ഫുള്ള് എന്തെല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ പറയല്ലോ. ഇപ്പൊ ഇവളാണെങ്കിലും നമ്മളെ രണ്ടാളും എന്തെങ്കിലും സ്വന്തം പണക്കുണ്ടെങ്കിൽ ഇവിടെ എന്നെ കുറിച്ച് എന്തെല്ലോ ഇല്ലാത്ത പറഞ്ഞിട്ടാ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ദേഷ്യം തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ. അതേപോലെ അന്ന് എന്താ പറയാ, ഇവരാരോ കൂടെ വന്നാരോ എന്തോ റെക്കോർഡ് ചെയ്തു തോന്നുന്നു ഇതേ ദേഷ്യത്തിൽ ഉണ്ടാകുന്ന സമയം. ഞാൻ ഇത് സംഭവം സീൻ അറിഞ്ഞ് നിങ്ങൾ തമ്മില് ദേഷ്യപ്പെടുത്തുന്നത് നമ്മള് എൻ്റെ പെങ്ങള് എല്ലാരും ഉണ്ട്, ഫാമിലി മൊത്തം ഉണ്ട്. അപ്പം അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം ഞാൻ അത് കണ്ടതിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട. അത് എന്നെ ഉറക്കി കിടത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്തുള്ളൊരു സംഭവമാണ്. അപ്പൊ പിന്നെ ഫോണ് കാര്യങ്ങള് മൂപ്പര് ചെക്ക് ചെയ്യുമ്പം ഭയങ്കര ഷോക്കായിപ്പോയി. ഭയങ്കര എന്താ പറയാ, ഏതൊരു ഹസ്ബൻഡും കണ്ട തീർന്നു പോകും. നമ്മളത്രയും കൊണ്ടടന്നിട്ട് ഞാൻ എന്താ പറയാ, നമ്മൾ നോർമലി അങ്ങനെ ഒരു നമ്മളെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ മാറുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് അറിയേണ്ട സ്റ്റോറി കേട്ടോ. ഞാൻ അപ്പൊ പറഞ്ഞു തീർത്തു പോകാനാ. ബ്രോ ഈ സങ്കടപ്പെടുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത്ര ആൾക്കാർ വട്ടം നിന്നിട്ട് ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും ആ ഒരു തെളിവ് കാണിക്കാൻ പാടില്ലേ? ഞാൻ അത്രക്കും അത് ഇങ്ങനെ എന്താ പറയാ, എങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ, ഇവക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ കുറെയൊക്കെ കളഞ്ഞ് ആ ഫോണ് പൊളിച്ച. അല്ല, ഞാൻ ആ കണ്ടതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ബ്രോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഒരാൾക്ക് തോന്നുന്നു അതെന്തോ ആ ഒരു ഇവള് ഞാൻ ഡിവോഴ്സൊക്കെ നിന്നന്ന് എൻ്റെ പെങ്ങള് പറഞ്ഞ് വേണ്ട ഒഴിവാക്കിയ, നമുക്കിനി വേണ്ട ഇത് വേണ്ട പറഞ്ഞിട്ട്. പെങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഈ കാര്യം? എൻ്റെ പെങ്ങള് കൂടെ ഉണ്ടല്ലോ, അവരൊക്കെ കാണുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവര് ചോദിച്ചോളൂ നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് നീ ഇങ്ങനെ ഒരു ചെയ്തത്, മോശമല്ലേ, നിനക്ക് ഓനെ സ്വർഗത്തിലുള്ള പോലെയല്ലേ നിന്നെ നോക്കുന്നത്. ഓളെ ഫാമിലിക്ക് അറിയാം. എന്നിട്ട് ഓളെ ബ്രദറോളെ എത്ര അടിക്കാൻ വേണ്ടിട്ട് പോയാലോ ഞാൻ പിടിച്ചാ. ഓളെ ഫാമിലിക്ക് എല്ലാം അറിയാം. ഓളെ ഫാമിലിക്ക് എല്ലാം അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഓന് വരുമ്പോ അച്ചക്കനെ എന്നെ ഒരു പ്രൊമോഷൻ രീതിയിൽ എന്നെ പരിചയപ്പെടും. നമ്മളെ വൈഫിനെ വിശ്വസിക്കുമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു പ്രൊമോഷൻ്റെ ഒരാൾ വരുന്നുണ്ട് സംസാരിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. അത് ഞാൻ അക്കോളെ അത്ര വിശ്വാസമാണ്. നമ്മളൊരു വൈഫിന് ഡൗട്ട് അടിച്ചാൽ ഒരിക്കലും ഇതാവില്ല. പക്ഷെ ആ വിശ്വാസം അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്തായി, ഞാൻ അതേപോലെ അവനെ വിശ്വസിച്ചു പോകും. പിന്നെ വരുമ്പോൾ എന്തൊക്കെ സാധനം കൊണ്ടുവരുന്നു, ഉമ്മാക്ക് എന്തെങ്കിലും ഡ്രസ്സ് കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്ക് ഉമ്മാവും ചാറ്റിംഗ് ഉണ്ട്. ഓളെ ഫോൺ 2 ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ റെക്കോർഡിങ്ങിന് ഒരു ഫോൺ വേണ്ടി വരും. ആ ഫോൺ എടുത്ത് അപ്പാട് ബാക്കത്തെ ഫോണിൽ നിന്ന് പോകും. ഓൻ്റെ കയ്യിൽ ഫോണുണ്ട്, മെസ്സേജ് വേണ്ടാന്ന്. അപ്പോഴത്തേക്ക് സപ്പോർട്ട് എന്തോ മാതിരി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓളുമ്മാൻ്റെ ഫോൺ നോക്കുമ്പോൾ അതിൽ കുറെ ചാറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയായിരുന്നു പറയപ്പെടുന്ന ഈ കാര്യം. അറിഞ്ഞിട്ടും എന്താ പറയാ, ഒരിക്കലും എനക്ക് ഒരാളെ എന്താ പറയാ, ഇപ്പൊ ഇവിടെ തന്നെ എന്തെങ്കിലും ചെറിയൊരു
പ്രാണീനോ എന്തെങ്കിലും തട്ടിക്കളയുമ്പോൾ എനിക്ക് നെഞ്ഞു കാളും. അങ്ങനത്തെ ഒരു എന്താ പറയാ, ഞാൻ പറയും കൊല്ലല്ല അങ്ങനെ എനിക്ക് ആരും മനഃപൂർവ്വം പറ്റിക്കണം. ദേഷ്യം വരും. അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞ് അത് ഇതാക്കിയില്ലെങ്കിൽ ഞാൻ ഓരോട് പെട്ടെന്ന് എന്തിനാ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യണ്ടേ അങ്ങനെയുള്ള ഞാൻ പറയും. ഇത് ശരിക്കും പറഞ്ഞേ ഇപ്പൊ ബ്രോന് മനഃപൂർവ്വം ഇതിലൊരു പ്രതിയാക്കാൻ വേണ്ടിട്ട് ഒരു നീക്കം അവിടെ നടന്നിട്ടുണ്ടോ? മനഃപൂർവ്വം അങ്ങനെ ആക്കി കളിച്ചതാണ് ഇവര്. അതായത് ഞാൻ പറഞ്ഞ ഈ ചെക്കനില്ലേ, ഈ ചെക്കൻ്റെ ഫാമിലി റിലേഷൻ ആണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ എന്നെ ഇത്രത്തോളം എത്തിച്ച ആ വ്യക്തി, ഈ പറയപ്പെടുന്ന ഈ ഒരു മൂന്നാമത്തെ അയാള് അതായത് ഇപ്പൊ നമ്മളെ ന്യൂസ് ചാനലില് എൻ്റെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് അപ്പോഴത്തേക്ക് ഇവര് മുൻകൂട്ടി പ്ലാൻ ആക്കിയിട്ട് ഞാൻ ദുബൈയിൽ നിന്ന് ഇവന്റെ പേര് പറഞ്ഞത് അറിഞ്ഞ് ഇവൻ അന്ന് ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നില്ലേ. അവനെതിരെ അന്വേഷണം ഒന്നും ഉണ്ടായില്ല ഇവന്. പക്ഷെ ഇവര് ഞാൻ ഇവിടെ കേസ് കൊടുക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു അത് ആടെ നടന്ന കാര്യം, പിന്നെ എന്താ പറയാ ഒരാള് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്ത ഒന്നും കേസാവില്ല. ഓക്കെ, ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ബ്രോ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രോയ്ക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ഫാമിലി പോയില്ലേ. അതിനുശേഷം മോനുണ്ടായിട്ടും അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നവര് ഞാൻ കൊലയാളി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അത്ര വേറെ എന്ത് നമുക്ക് നഷ്ടപ്പെടാനുള്ളത്. പിന്നെ എല്ലാം അറിഞ്ഞ് ഞാൻ എന്താ പറയാ നമ്മളെ ഒരു ഇതുണ്ടാവില്ലേ പെയിൻ ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഇങ്ങനെ വലുതാവില്ലേ, അങ്ങനെ പൊട്ടിയിട്ടെല്ലാം പോയി, പെയിനില്ല. അതിന് ശേഷമാണ് മൈൻഡ് മാറി. ഇപ്പം മാഷാല്ലാ പഠിച്ചോനെ അത്രയ്ക്ക് ഒരു ക്രൂരനാണെങ്കിൽ എനിക്ക് ഇനി ഒരു പുതിയ കുടുംബവും ഫാമിലിയൊക്കെ തരുമോ? തീർച്ചയായിട്ടും ഒരിക്കലും തരില്ല. നല്ലൊരു ഭാര്യ എനിക്ക് തന്ന്, നല്ലൊരു കുട്ടീനെ തന്ന്, ഒരു ക്രൂരനെ എനിക്ക് ഒരിക്കലും തരൂല. നിങ്ങൾ പറയണ കേൾക്കുമ്പോണ്ടല്ലോ, ഇതൊക്കെ ഈ പറയുന്നത് സത്യാവസ്ഥയാവട്ടെ എല്ലാം ആവട്ടെ, ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, ഇത് സത്യാവസ്ഥയുടെ നിങ്ങൾ അനുഭവിച്ചേക്കുന്ന ചെറിയ കാര്യമൊന്നും അല്ല. നിങ്ങളിപ്പോൾ രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫാമിലി എങ്ങനെയാണ്? ഇപ്പൊ ഫാമിലി ആയിട്ട് ആരുടെ ഫാമിലി? എന്റെ ഫാമിലി അന്നും ഇന്നും ഒന്നും എന്നെ സമാധാനിപ്പിക്കാൻ പിടിക്കാറില്ല. ഞാൻ കുറെ ആത്മഹത്യ ചെയ്യാൻ പോയിനി ഫസ്റ്റ്. അപ്പൊ അവര് ഭയങ്കര ഇതും ഇതൊക്കെയായിരുന്നു. അവരാണ് നമുക്കൊരു സപ്പോർട്ട് തന്നത് ലാസ്റ്റ് ടൈം. ഉമ്മ ഇത് ഓക്കെ. ഇപ്പൊ ഇതേപോലെയുള്ളൊരു വിഷമങ്ങൾ വരുമ്പോഴൊക്കെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ കയ്യിൽ നിന്ന് പോവാറുണ്ടോ? ഇല്ല, അതിനെ പറ്റി പറയാറേ ഇല്ല. ഇപ്പൊ പറഞ്ഞതല്ലോ, അല്ലാണ്ട് അത് ചിന്തിക്കലേ ഇല്ല. ഞാൻ മറന്നു പോയി. കാരണം എന്താ അറിയോ, ഇത്രയും വേദനിപ്പിച്ചിട്ട് ഒരു തെറ്റിച്ചാണ് എന്നെ ഇങ്ങനെ ആക്കിയില്ലേ, അതിലെനിക്ക് നല്ല ഇതുണ്ട്, ദേഷ്യമുണ്ട്. കാരണം എന്താ പറയാ, അതിപ്പോ ഏതൊരാളാണെങ്കിലും ഇപ്പൊ എനിക്ക് എന്താ പറയാ ഞാനും ഇവളും നല്ല ഇതുണ്ട്. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും മറ്റുള്ളവർ ഇപ്പൊ ഞാനോളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അത് നിങ്ങളോളെ ചീത്ത പറയാൻ ഞാൻ വിടില്ല. അങ്ങനെ ഞാന്. പക്ഷെ അവരൊറ്റടിക്ക് എന്തുകൊണ്ട് മാറിയെന്നല്ല, ചില സമയം വേറെ ആരോ സൂക്ഷിക്കുന്നുണ്ടാവും, ആരോ വിശ്വസിപ്പിക്കുന്നുണ്ടാവുന്നതാണ്. ആ കാര്യമാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൂടെ ഇപ്പോഴും അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഏതൊരു ന്യൂസ് ചാനലുകാരനാണെങ്കിലും ഏതൊരു മാധ്യമ പ്രവർത്തനാണെങ്കിലും ഒരാളെ തേടി പോവോ. ഇപ്പൊ ഞമ്മക്ക് കുറച്ച് വിഷമമുണ്ട്, സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ ആൾക്ക് ഈ ലോകത്ത് എല്ലാവർക്കും വിഷമ സങ്കടങ്ങളും ഉണ്ട്. എന്താ പറയാ, ചില സമയം എന്നെ പോലെ അനുഭവിച്ച ഒരുപാട് ആൾക്കാർ, പബ്ലിഷ് ആവാത്ത ഒരുപാട് വേദന അനുഭവിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം. പക്ഷെ അവരെല്ലാം ബാക്കിൽ ബ്രോ ഒരു എന്താ പറയാ ന്യൂസ് ഇതന്നെ എന്ന് വിചാരിച്ചിട്ട് അവരെ കാലകാലം ബാക്കിൽ സൂക്ഷിക്കാൻ പോകും, ഹെൽപ്പ് ചെയ്യാൻ പോകും. അതിനൊരു കാരണം വേണ്ട അങ്ങനെ പോകണമെങ്കിൽ. അതൊക്കെയാണ് ഇപ്പോഴും ഇപ്പൊ നിയമപരമായിട്ട് അവര് മൂവ് ചെയ്തായിരുന്നില്ലേ അവരുടെ ഭാഗത്ത്? ഇപ്പോ റിഫയുടെ ഫാമിലിയിൽ നിന്ന് ഞാനും മാക്സിമം അതിന്റെ ബാക്കിൽ കുറെ പോകുമ്പോഴതൊക്കെ ഇവരും എന്താ പറയാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ സംഭവം ഞാൻ കാണിച്ച എവിഡൻസ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ ബാഡ് അല്ലാണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ അടുത്തൊരു പോലീസുകാരനെ കാണിച്ചു കൊടുത്ത്. അപ്പം മൂപ്പർക്ക് സംഭവം മനസ്സിലായി. മൂപ്പര് ഇതാക്കിയിട്ട് പറഞ്ഞു, മൂപ്പര് അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഇപ്പം നീ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുന്ന എനിക്കൊന്നും പറയാൻ കഴിയില്ല. അതായത് ഒരു പോലീസുകാരെ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഇത് തന്നത്, അതായത് ഇപ്പൊ എനിക്ക് അതിന്റെ ബാക്കിൽ കേസിന് പോകാൻ പറ്റൂല. അതൊരു പരസ്പരം അപ്പൊ ഇഷ്ടത്തോടെ എന്ത് ചെയ്താലും നിയമപ്രകാരം
അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ എന്തോ കുറച്ച് നിയമമെല്ലാം മാറി, ആ സമയത്തില്ല. ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടാവുന്ന അന്ന് എന്തായിരുന്നു ആ ലാസ്റ്റ് മൊമെന്റ് വരെ നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ? അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നു? അതായത് മരിക്കുന്നെന്നാണ് പറയുന്നത്. മരിക്കുന്നെന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഉറങ്ങായിരുന്നു. ഇവള് റൂമിൽ കയറി വന്ന് കുറച്ചന്ന് സമയം ലേറ്റ് ആയിരുന്നു. സമയം ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂസ്ഡ് ഉണ്ടായി, എന്തപ്പം. അപ്പോൾ അവള് പറഞ്ഞ് നമ്മൾ പ്രൊമോഷൻ ചെയ്തിരുന്നു, അവിടെ പ്രൊമോഷൻ ഗൾഫിൽ പ്രൊമോഷൻ ചെയ്യാനാണ് പോയത്. നമ്മൾ പോയത് എന്തിനാ വെച്ചെങ്കിൽ ഓളൊന്ന് ദുബൈ കറക്കണം, 3 മാസത്തെ വിസിറ്റിങ്ങിന് ദുബൈ ഒന്ന് കാണണം. ആ അത്ര നാളുള്ള ചെലവിന് പൈസ വേണ്ടേ, ഭയങ്കര ചെലവാണ്. ഏകദേശം 1 ലക്ഷം റുപ്യയിലും നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രൊമോഷൻ ഏകദേശം ഓരോ കടയിൽ കയറി ചോദിച്ച് പ്രൊമോഷൻ ചെയ്യും. പിന്നെ ഒരു അബായ ഷോപ്പിന്റെ ഒരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ നമുക്കൊരു ഡീലിങ് തന്നു. അവർ പറഞ്ഞു, നിങ്ങളെ ഷോപ്പ് പോലെ കണ്ടിട്ട് നിങ്ങൾ വ്ളോഗും വീഡിയോ എല്ലാം ചെയ്താൽ അവർ പ്രൊമോഷൻ, അവർ കുറച്ച് എമൗണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സ്വന്തം ഷോപ്പ് പോലെ നമ്മൾ തന്നെ പോയി ഓപ്പൺ ചെയ്ത് ഉദ്ഘാടനത്തിനൊക്കെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്ത് ഉദ്ഘാടനമൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ തന്നെ അവിടെ സ്റ്റാഫ്, നമ്മൾ തന്നെ ഓണർ എന്നെല്ലാവരും വിചാരിച്ചു. അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങളെ കാണാനും അല്ലെങ്കിൽ ആ സ്ഥാപനം ഭയങ്കരത്തിൽ സെയിൽസ് ഡബിളായി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെലവ് ട്രീറ്റും പിന്നെ ഓക്ക് ഫണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അന്ന് എന്തോ ട്രീറ്റ് ഉണ്ടായതിന് ലേറ്റ് ആയിന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഇത്താനെ ഈ കഴിഞ്ഞ ശേഷം ഇത്താനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കേട്ടിന്. അപ്പം ഞങ്ങൾ കൊണ്ടാക്കിയതെന്നാ പറഞ്ഞത്. പിന്നെ മറ്റൊരാണ് ഓളൊറ്റക്ക് നടന്നിട്ട് പോയത്. ആ നടന്നിട്ട് വരുന്നതിൻ്റെ ഇടക്ക് എന്തോ എനിക്ക് നല്ല എന്താ പറയുക, ഓൻ വന്ന് ഓൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം ആ ചുറ്റുപാട് തന്നെ ഉണ്ട്. ഞാനൊരു ദിവസം നടന്നിട്ട് പോകുമ്പോൾ വേറൊരുത്തനോട് പറഞ്ഞു, നീ ബാച്ചാൻ പ്രശ്നമല്ല, ഓനോട് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഇവരെ ഞാൻ ഈ ബ്ലോഗ് ചെയ്തിനല്ല. അപ്പൊ എല്ലാവരും അറിഞ്ഞ് ഓന് എന്താ പറയാ വന്നിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഫാമിലിയിൽ കലക്ക് ഉണ്ടാക്കിയെന്ന് ഏകദേശം ആ കാരണം. പക്ഷെ ഓൻ പറഞ്ഞു നടക്കുന്നത് വേറെന്തോ. ഞാനും അവളെത്തിട്ട് ഗെയിം ഇട്ടിട്ട് ഓനെ കുടുക്കി പൈസ മേടിക്കാൻ ഓൻ പറഞ്ഞു നടന്ന്. അതായത് ഞാൻ ഇവളും പ്ലാൻ ആക്കിയിട്ട് ഒരുത്തനെ ഇങ്ങനെ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഓൻ്റെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ എനിക്ക് എന്തിനോ ഓൻ്റെ പൈസ. ഞാൻ ഓൻ്റെ ഫോണ് വെച്ചത് ആ ഒരു ലക്ഷ്യത്തിൽ, അല്ലാണ്ട് എന്താ പറയാ ഒരു ഇതുണ്ടായിട്ട് ആ ഫോണ് പിന്നെ തിരിച്ചു കൊടുത്തിന്. എപ്പോൾ അറിയോ, ഓൻ പോലീസിൽ കേസ് കൊടുത്ത് കാണുന്നില്ല. അവൻ ഫസ്റ്റ് പറഞ്ഞ് അവൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞു, അവൻ്റെ വീട്ടിലെല്ലാം അറിയിച്ചേ. അപ്പം പറഞ്ഞു, നിങ്ങൾ ഇഷ്യൂ ഒന്നും ആക്കല്ല, പുറത്തറിയിക്കല്ല പ്ലീസ്, അങ്ങനെയാണ് നമുക്ക് വാടക വീടാണ്, നമുക്ക് ഓന് ആകെ ദുബൈയിൽ പോയിട്ട് ഇതിന് പണിയെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഇത് പറഞ്ഞോളെ ലൗഡ് സ്പീക്കറെല്ലാം എല്ലാവരും സംസാരിക്കുന്നു. അപ്പോൾ ഓക്ക് മനസ്സിലായത് ഓൻ പറഞ്ഞല്ല കളവ്. അപ്പം ഓനോട് ഒറ്റയടിക്കും ഭയങ്കര ഓളെ അവോയ്ഡ് ആക്കി പറഞ്ഞു. ഓൻ പറഞ്ഞല്ല കളവെന്ന് മനസ്സിലായി. ഓൻ ഭയങ്കര റിച്ചാണ്, ഓൻ ഗൾഫിലാണ്, നിങ്ങളെ സെറ്റിലാക്കാൻ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് തരാൻ പറയുമ്പോൾ ഓള് ഇതാക്കി. അങ്ങനെ ഓള് എന്നെ പറഞ്ഞു, ആ ഒരു ഈലാണ് ദുബൈയിൽ ഞാൻ കൊണ്ടാൻ കാരണം. നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിചാരിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റൂലേ. 2 മാസം സേവാക്കിയാൽ മതി ഓവർ ചെലവില്ലാണ്ട്. അപ്പൊ തന്നെ ദുബൈയിലും അത്ര വേണം നിൽക്കുക. എന്നിട്ട് അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലേ ഈ കാര്യത്തിൽ, ഞാൻ പക്ഷെ പുറത്താണിച്ചിട്ടുന്നല്ലോ. ഓക്കെ. അല്ല, അന്ന് ഇപ്പൊ ഈ സംഭവം ഉണ്ടായെന്ന് വേറെ വിഷയങ്ങൾ വന്ന് റൂമിൽ വന്നിട്ട് ബ്രോയിട്ട് സംസാരിച്ചായിരുന്നു? അന്ന് നമ്മളെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായ എൻ്റെ പെങ്ങളെ ഭർത്താവില്ലേ, പെങ്ങളെ ഭർത്താവ് ഓളോട് സംസാരിച്ച് ഓളോട് കാര്യം പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു. ഇപ്പൊ ചോദിക്കാൻ ദുബായിലായിരുന്നല്ലേ? ഞാൻ അന്ന് ആ സംഭവം ഉണ്ടായ അന്ന് രാത്രി ഓള് ഞാൻ അന്നെ വന്ന് വിളിച്ച് പറഞ്ഞു എണീച്ച് കൂളായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല, നമുക്കൊന്നും കാണാനുണ്ടായില്ല. പക്ഷെ മേനു പോയിട്ട് കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടാ വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചേ കഴിക്കല്ലോ, ഒന്നിച്ചേ എന്താ പറയാ എന്തുണ്ടെങ്കിൽ ഒന്നിച്ചു. പക്ഷെ എൻ്റെ വിളിച്ചിനോള് വിളിച്ചപ്പോ ഞാൻ ഉറങ്ങല്ലേ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എഡിറ്റിങ് കഴിഞ്ഞിട്ട് കിടന്നതാ. ഓള് പറഞ്ഞ റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്ന ഞാൻ ഇത്താന്റെ ഷോപ്പിൽ, ഞാൻ ഇത്താനെ ഏൽപ്പിച്ച് ഇത്താനെ പറഞ്ഞത് ഇത്താ നോക്കണം, ഓൾക്ക് ബോറടിക്കുന്നോണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു, വെറുതെ സെയിൽസ്മാനെ പോലെ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവിടെ വേറെ ഇത്താമാരെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ കുറെ വർക്ക് ഉണ്ട്, കുറെ പ്രൊമോഷൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർക്ക് ടൈമിന് കൊടുക്കണമല്ലോ. അതിന് വന്ന് എഡിറ്റ് ചെയ്ത് അന്ന് ഞാൻ ഉറങ്ങിയിട്ട്, അതിന് പിറ്റേ ദിവസം ഉറങ്ങിയിട്ടില്ല, ഫുള്ള് ഷൂട്ടും രാത്രി എഡിറ്റിങ് അതിന് പിന്നെയും രാവിലെ ഷൂട്ടായിരുന്നു. അങ്ങനെ അത് എഡിറ്റിങ് കഴിഞ്ഞ് ഞാൻ കടന്ന്, പിന്നെ ഓള് വന്നാട് വിളിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അതിന് ശേഷം ഞാൻ കയറി വരുമ്പോൾ അത് കാണും. അപ്പൊ ഞാൻ അതുവരെ ഞാൻ ഉറങ്ങാണ്. അവിടെ ഓള് വന്ന സമയത്ത് ഇപ്പം വോയിസിൽ പറയുന്ന കണക്ക് ജംഷാദിന്റെ കാര്യം, ഞാൻ എണീച്ചിട്ട് പോകുമ്പോൾ ജംഷാദ് കടന്ന് ഉറങ്ങാന്ന് എനിക്ക് കാണുന്നത്. ഞാൻ പോകുമ്പോൾ അവൻ ഇപ്പുറത്തെ അടുത്ത റൂമിലാണ്, നമ്മളെ റൂമിൽ പറയുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും, ഒരു ഇതേപോലെയുള്ളൊരു
വലിയ ഹാളായിരിക്കും, അതിൽ പാർട്ട്ണർഷിപ്പ് ചെയ്ത് കുറെ റൂം അങ്ങനെ അങ്ങനെയാണ്. പക്ഷെ അവർക്ക് 2 ഫാമിലി റൂം എടുക്കുമ്പോൾ ഏകദേശം 8,000 ദ്രംസ് കൊടുക്കണം. 8,000 ദ്രംസ് പറയുമ്പോൾ നല്ല പേയ്മെന്റ്. പക്ഷെ ആടെ കാലിയാണ് റൂമല്ല. അപ്പൊ ഓൻ അപ്പുറം തന്നെയാണ് കടക്കലും നിക്കലൊക്കെ. അല്ലെങ്കിൽ അയാൾ വരുമ്പോൾ പുറത്തേക്ക് പോകും. ആ ഒരു ഗെയിം അവിടെ നടത്തി, അല്ലാണ്ട് നമ്മൾ ഒന്നിച്ചല്ല നിൽക്കുന്നത്. പക്ഷെ അയാൾ ഓണറോട് ജസ്റ്റ് എപ്പം വരുന്നുള്ളൂ, നമ്മൾ കാണാൻ ഫാമിലി ആണെന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നിർത്തിയത്. ആ ഒരു ഫോൾട്ടാണ് സംഭവം പറ്റിയത്.